ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫുഡ് വ്ലോഗ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഭയങ്കര ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ചീസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീസി ഗാർലിക് ബ്രെഡ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിനായി ആദ്യം ഞാനിവിടെ ഒരു ബൗളിലോട്ട് 1/4 കപ്പ് ലൂക്ക് വാം വാട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലൂക്ക് വാം വാട്ടർ എന്ന് പറഞ്ഞാൽ ഇളം ചൂടുള്ള വെള്ളമാണ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഒരു 2 മിനിറ്റോളം വെച്ച് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഈസ്റ്റ് റിയാക്ട് ആക്കാൻ വേണ്ടിട്ട് സ്റ്റാർട്ട് ആവും. അപ്പൊ ഇതിവിടെ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് മൈദ നമുക്ക് അരച്ചിട്ട് ഇട്ടുകൊടുക്കാം. അപ്പൊ ഇതൊന്ന് ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. നെക്സ്റ്റ് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ്സോളം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പൊ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു 1.5 മണിക്കൂറോളം നനഞ്ഞ തുണിയിൽ മൂടി വെക്കാം. അപ്പൊ ഞാനിതിവിടെ 1.5 മണിക്കൂറോളം മൂടി വെച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മൈദ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് മൈദ വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തിയെടുക്കുക. അപ്പൊ നല്ലപോലെ തിന്നായിട്ട് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അടുത്തതായിട്ട് ഞാനിവിടെ ബട്ടർ പേപ്പർ ഒക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പാനിലോട്ട് നമ്മുടെ മൈദ പരത്തിയെടുത്തത് വെച്ചെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ ഒരു 4 ഗാർലിക് ക്ലൗസ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ കൊറിയൻഡർ ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് 1/4 കപ്പ് മെൽറ്റഡ് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മെൽറ്റഡ് ബട്ടറിലോട്ട് ഞാൻ അല്പം ഉപ്പും കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നെക്സ്റ്റ് നമ്മുടെ ഡോയിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുപോലെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ സ്ലൈസ് ചീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊസറല്ല യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒരു സൈഡ് ചീസ് കൊണ്ട് കവറാക്കി എടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് മടക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ സൈഡ്സ് ഒക്കെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സീൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിന്റെ മുകളിലായിട്ട് ബാക്കി ഒഴിഞ്ഞിട്ടുള്ള ബട്ടർ മിക്സും കൂടി ഒന്ന് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കടായി 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഗാർലിക് ബ്രെഡ് വെച്ചെടുക്കുക. എന്നിട്ട് ഒരു 30 to 35 മിനിറ്റ്സ് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പൊ ഇതിവിടെ 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ ചീസി ഗാർലിക് ബ്രെഡ് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചീസി ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാലോ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബ്രെഡ്. ഉള്ളിൽ ചീസൊക്കെ ആയിട്ട് കിഡിലൻ ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു കിഡിലൻ വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.